സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊല്ലം സുധി. അപ്പൊ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണു വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഒരു വെഡിങ് ഫോട്ടോഷൂട്ടാണ് വീണ്ടും രേണുവിനെ ഒരു ചർച്ചാ വിഷയമാക്കിയത്. ഡോക്ടർ മനു ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരന്റെ കൂടെയാണ് വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതാണിപ്പോൾ ഭയങ്കര വൈറലായിട്ട് മാറിയിരിക്കുന്നത്. കാര്യം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപെയാണ് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ രേണു ഒരു റൊമാൻറ്റിക് വീഡിയോ ചെയ്തത്. അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക. അതൊരു ഭയങ്കര വിവാദമായി മാറിയ ഒരു വീഡിയോ ആയിരുന്നു. അതിനു മുൻപേ പിന്നെ രേണു ഒരു വെഡിങ് കോസ്റ്റ്യൂമിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു. ഇതിലൂടെയൊക്കെ രേണു വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ടൈമിലെല്ലാം രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റൊമാൻറ്റിക് വീഡിയോ ചെയ്യുന്നതിലൂടെയോ മോശക്കാരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സുധിച്ചേട്ടന്റെ പേരും പറഞ്ഞ് രേണുവിനെ അധിക്ഷേപിച്ചവരെ നമ്മൾ നല്ല രീതിയിൽ വിമർശിച്ചാണ് വീഡിയോ ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്തവണത്തെ ഫോട്ടോഷൂട്ട് കണ്ടപ്പോൾ എനിക്ക് വലിയ രീതിയിലല്ല, ഒട്ടും നല്ല രീതിയിൽ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇവരുടെ ഫോട്ടോഷൂട്ടിനെ പ്രസന്റ് ചെയ്ത രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ രേണു വൈറൽ ആവാൻ വേണ്ടി മനഃപൂർവ്വമാണോ ഇതൊക്കെ കാണിക്കുന്നതെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരണം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ലുക്കൊക്കെ മാറ്റിയിട്ടാണ് കുറെ വീഡിയോസ് ഒക്കെ നോർമൽ റീൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതൊന്നും വലിയ ഇതായിട്ട് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ നമ്മുടെ വെഡിങ് ഫോട്ടോഷൂട്ട് അതും കുഴപ്പമില്ലായിരുന്നു. ഒറ്റക്കുള്ള ഒരു ബ്രൈഡൽ ലുക്കിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അതും വലിയ വിഷയമില്ലായിരുന്നു. പിന്നെ അതല്ലാതെ നമ്മുടെ ഈ ലാസ്റ്റ് വന്ന റൊമാൻറ്റിക് വീഡിയോയുടെ ഒരു ഷൂട്ട് അതും നമ്മൾ വലിയ കാര്യമാക്കിയില്ല. പക്ഷെ ഈ ഒരു തവണ എനിക്കിതെല്ലാം കാണുമ്പോഴത്തേക്കും ഒരു വൈറൽ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫോട്ടോഷൂട്ടിൽ അങ്ങനെ തോന്നാൻ ഒരു കാര്യം, വേറെ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, വൈറലാവാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയാൻ കാരണം, ഈ ഒരു ഫോട്ടോഷൂട്ടിലുള്ള മനു ഗോപിനാഥ് എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടി കൂട്ടിയിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഈ മനു ഗോപിനാഥ്. ശരിക്കും ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഫോട്ടോഷൂട്ട് ആരുടെ കൂടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതൊക്കെ ഓരോ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷെ അതൊന്നും അല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഈ മനു ഗോപിനാഥ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഇരട്ടത്താപ്പൊന്ന് ഈ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇയാൾ ആദ്യം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഈ ഒരു ഫോട്ടോഷൂട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. പങ്കുവെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ വിവാഹിതരായോ എന്ന് പറയുന്ന ഒരു തമ്മയിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോസ്, ഈ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർക്ക് ആർക്കാണെങ്കിലും ഒരു ആകാംക്ഷ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ രേണു ചെയ്തിരിക്കുന്ന ഈ ഫോട്ടോഷൂട്ടുകളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഫോട്ടോഷൂട്ട് എടുത്ത് വൈറലാകാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇത് ബോധപൂർവം ഉള്ള ഒരു ശ്രമമാണെന്ന് ഉറപ്പാണ്. ഇവരുടെ മറ്റൊരു പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒന്നിക്കുന്നു. രാജകുമാരന്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഖ. ഇനി അവർ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം അനുഗ്രഹങ്ങളും വേണോന്നൊക്കെയാണ് പുള്ളിക്കാരൻ എഴുതി. ഞങ്ങളുടെ നല്ല ദിവസത്തിന് ഒപ്പം നിന്ന് എല്ലാവർക്കും 1000 നന്ദി. രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥ്. അങ്ങനെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് വായിക്കുന്ന കണ്ട ആർക്കാണെങ്കിലും തോന്നും ഇവർ ഒറിജിനലായിട്ട് കല്യാണം കഴിച്ചതുപോലെയാണ് ഇവർ ഇവിടെ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ നല്ല ദിവസങ്ങൾക്ക് ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി എന്നാണ് പുള്ളിക്കാരൻ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും തോന്നും ഒറിജിനലായിട്ട് ഇവരുടെ വിവാഹം നടന്നത്. കാര്യം ഈ ഒരു 2 വാക്കുകൾ അവിടെ അത് ഹൈലൈറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കാണെങ്കിലും അത് തോന്നും ഇത് ഇനി ഒറിജിനൽ ആണോ എന്ന്. അത് കാരണം അത് മനഃപൂർവ്വം അവർ ബോധപൂർവ്വം ശ്രമിച്ചിരിക്കുന്ന ഒരു കാര്യം. അത് വായിക്കുമ്പോഴത്തേക്ക് ഇനി അടുത്ത ഇന്റർവ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയായിരിക്കും എല്ലാവർക്കും. പറഞ്ഞാൽ ഇതിനകത്ത് വിഷമം വരുന്ന ഒരു കാര്യം, രേണുവും കൂടി ഇതിന് കൂട്ടുനിന്നല്ലോ എന്നോർത്താണ്. റീസെന്റ് ഇത്രയും വിവാദങ്ങൾ നടന്നത് രേണുവിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആ വിവാദങ്ങളെല്ലാം ആളി കത്തിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്തോ, ഓക്കെ, അത് ഒരു കുഴപ്പമില്ല. പക്ഷേ ശരിക്കും കല്യാണം രീതിയിൽ കഴിഞ്ഞെന്ന രീതിയിൽ ഈ ഒരു പോസ്റ്റും കൂടെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? കാര്യം നിങ്ങൾ
ഈ രേണുവിന് അത്യാവശ്യം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ്. പക്ഷെ അന്നേരം ഇങ്ങനെ ഒരു രീതിയിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളോട് എല്ലാവർക്കും വെറുപ്പുണ്ടാവത്തേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വൈറലായിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റേ പുള്ളിക്കാരൻ ഇച്ചിരി വൈറൽ മാനിയക്കാരനാണെന്ന് വെക്കാം, പക്ഷെ രേണുവിന് ഇത് എന്തിന്റെ കേടായിരുന്നു? ഇത് കൂടാതെ മറ്റൊരു പോസ്റ്റും കൂടെ ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. രേണു സുധി ഇനി രേണു മനു. ആകാംക്ഷ, എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട് ഇത് കാണുമ്പോൾ. അപ്പൊ ഇത് വന്നിരിക്കുന്ന ഈ ഒരു 4 ഫോട്ടോസ് കണ്ടിട്ട് ആരും കടിച്ചു കീറാനൊന്നും ചെല്ലണ്ട. അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, ആർക്കും ഫോട്ടോഷൂട്ട് ചെയ്യാമല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് ജീവിച്ചോട്ടെ എന്നൊക്കെയാണ് അതിനകത്ത് വന്നേക്കുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്ത് ജീവിച്ചോ, പക്ഷെ ആൾക്കാരെ പറ്റി ജീവിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളെല്ലാം വെള്ള സാരി ഉടുത്ത് കരഞ്ഞു പിരിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. അതിന് ഇത്രയും നാള് ഈ രേണു ചെയ്ത വീഡിയോസിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വീഡിയോ രേണുവിനെ കുറിച്ച് ചെയ്തത് അതും സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പ്രാവശ്യം ചെയ്ത ഒരു പോക്രത്തരമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. മനഃപൂർവ്വം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ പോലും പൊട്ടം കളിപ്പിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തത്. അത് മോശമായി പോയെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ മനു എന്ന് പറയുന്ന ആള് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പണ്ട് ഇതുപോലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മുഖം മുഴുവൻ പൊള്ളലേറ്റ ഒരു പെൺകുട്ടിയുമായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ചെറുതായിട്ടൊന്ന് വൈറലാകാൻ നോക്കിയ ഒരു പുള്ളിയാണ് ഇദ്ദേഹം. എന്തായാലും ആ ഫോട്ടോ ഞാനൊന്ന് സൈഡിൽ കൊടുക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഇവിടെ കണ്ടുനോക്കാം. അടുത്ത ഫോട്ടോഷൂട്ടിൽ നയൻതാര വേണമായിരുന്നു. സൂസൻ തോമസ്, ഡോക്ടർ മനു ഗോപിനാഥൻ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ABC മലയാളം ടോക്സിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എന്നായിരുന്നു കല്യാണം? കല്യാണമല്ല, ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അല്ല, കല്യാണമാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നത്? ഇട്ട ക്യാപ്ഷന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അപ്പോ ക്യാപ്ഷൻ ആണ് പ്രശ്നമെന്നല്ല, ക്യാപ്ഷൻ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ക്യാപ്ഷൻ എന്ന് പറയുന്നത് വിവാഹിതരായി എന്നുള്ള രീതിയിലാണ് ഇവർ ക്യാപ്ഷൻ കൊടുക്കുന്നത്. അതാകുമ്പോ ആർക്കാണെങ്കിലും തെറ്റിദ്ധരിച്ചു പോകും. ഇവർ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ വരുന്ന ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ ഇന്റർവ്യൂ എന്തായാലും ഉറപ്പായിട്ടും കാണും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ ഒരു ഫോട്ടോഷൂട്ടിന് ഈ മുഖത്ത് പൊള്ളലേറ്റ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത് നന്മമരമാണെന്ന് വിചാരിക്കരുത് നിങ്ങളൊന്നും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കാര്യം അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ രേണുവിനെയും കൊണ്ട് അടുത്ത ഷൂട്ട്. കാര്യം ഓൾറെഡി രേണു എയറിലാണ്. അപ്പൊ ആ ഒരു എയറിലായ ഒരു വ്യക്തിയുടെ കൂടെ ചെയ്യുമ്പോൾ വീണ്ടും അത് വൈറലാവുമല്ലോ. അതാണ് ഇയാളുടെ ബുദ്ധി. ഇയാൾ വൈറലാകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊള്ളലേറ്റ പെൺകുട്ടിയായിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയപ്പോഴത്തേക്ക് എല്ലാവരുടെയും വിചാരവും ആ പുള്ളിക്കാരിക്ക് ഒരു ജീവിതം കൊടുത്തല്ലോ എന്നൊരു ആ ഒരു ഇന്റർവ്യൂ ആണ് ഇവിടെ ഇയാളെ വൈറലാക്കിയത്. ഫോട്ടോഷൂട്ട് കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നു ആ പെൺകുട്ടിക്ക് ഈ പുള്ളിക്കാരനെ കിട്ടിയല്ലോ, ആ ഒരു ജീവിതം കൊടുത്തല്ലോ, അല്ലെങ്കിൽ ആ പുള്ളിക്കാരിയെ സ്വീകരിക്കാൻ മനസ്സുണ്ടായല്ലോ എന്നൊക്കെ വെച്ച് പുള്ളിക്കാരനെ എല്ലാവരും നല്ലതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു ഫോട്ടോഷൂട്ട് കണ്ടപ്പോൾ. അന്ന് ഇവരുടെ ഫോട്ടോഷൂട്ടിന് താഴെ വന്നിരുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ ഒരു 100 കണക്കിന് ഇങ്ങനെയുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇയാൾ അത് വെച്ച് മുതലാക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ വേറൊരു ഇന്റർവ്യൂയുടെ ചെറിയ ഭാഗം കൂടെ കണ്ടുപോകാം. എനിക്ക് ടാലന്റ് ഉണ്ട്, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതുവഴി ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കുറവുകളുണ്ടെങ്കിൽ, ഇപ്പോൾ കറുത്ത സ്കിന്നാണെന്ന് കരുതിയിട്ട് ചിലർ മാറി നിൽക്കുന്നവരുണ്ട്. നമ്മളെ മോശം പറയുമ്പോൾ നമ്മളിതിന് ആപ്റ്റല്ല, അവർ പറഞ്ഞത് കറക്റ്റാണ്, നമുക്കിത് ചേരൂല എന്ന് കരുതിയിട്ട് മാറിപ്പോകുന്ന ഒരു രീതിയാണ് പൊതുവേ സമൂഹത്തിനുള്ളത്. അങ്ങനെ ഇവിടെ ആരും മാറിപ്പോകണ്ട. ആർക്കും അങ്ങനെ മുൻപോട്ട് വരാൻ ആഗ്രഹമുണ്ട്, അവർക്ക് ടാലന്റ് ഉണ്ട്, അവർക്കത് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വരാം എന്നുള്ള ഒരു ശരിക്കും ആ ഒരു കൺസെപ്റ്റാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഫസ്റ്റ് അത് പ്ലാൻ ചെയ്തപ്പോൾ സൂസൻ അല്ലായിരുന്നു, വേറൊരു കുട്ടിയാണ് അതിലേക്ക് വന്നിരുന്നത്. അവരുടെ ഹസ്ബൻഡ് എന്തോ അതിൽ ഇങ്ങനെ വെഡിങ് സെഷനൊക്കെ ആയതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാനും സൂസനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വന്നപ്പോഴാണ് പിന്നെ സൂസൻ അതിലേക്ക് വരുന്നത്. ശരിക്കും സൂസനെ സജസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഡയറക്റ്റ് പോയി ചോദിക്കുന്നതല്ല, സെക്കൻഡാണ് സൂസനിലേക്ക് വരുന്നത്. മറ്റേ പ്രോജക്റ്റ് നടക്കാതായപ്പോഴാണ് സൂസനിലേക്ക് വരുന്നത്. അപ്പം എൻ്റെ ചിന്ത അവിടെയും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട, അപ്പോൾ സൂസനെ സംബന്ധിച്ചിടത്തോളം സൂസൻ ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ ആ കഴിവുകളൊന്നും കാണാതെ സൂസൻ ആ അവസരങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഈവൻ സൂസനും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം സൂസൻ്റെ കഴിവുകളെ മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ എനിക്കും എന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ്. അപ്പം മാറ്റി നിർത്തപ്പെട്ട 2 പേര് ചേർന്ന ഒരു സാധനമാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ പബ്ലിക് അത് എടുത്തത് വേറൊരു ലെവലിലാണ്. അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടാ ഈ മാറ്റി നിർത്തപ്പെട്ടവരുടെ പടത്തലവനാണെന്നാണ് പുള്ളിയെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും പുള്ളിക്കാരൻ പറയുന്നത് ഈ മുഖത്ത് പൊള്ളലേറ്റ ആ പെൺകുട്ടി സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഇയാൾ പറയുന്നത്. അത് ഇയാളുടെ ഒരു തന്ത്രം തന്നെയാണെന്നുള്ളത് നമുക്ക് 100 വട്ടം മനസ്സിലാക്കാവുന്ന കാര്യം. ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടും. ശരിക്കും ഈ പുള്ളിക്കാരിയുടെ മുഖം പൊള്ളലേറ്റ് ആ ഒരു രീതിയിൽ ഫോട്ടോഷൂട്ടിന് ഒരു ഇത് കൊടുത്തതിന് ഇയാളെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇയാൾക്കും കൂടെ വൈറലാകാനാണ്, പക്ഷെ എന്നാലും ആ പെൺകുട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്നതിൽ നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്ത് സാമൂഹിക പ്രതിബദ്ധതയുടെ പുറത്താണ് നിങ്ങൾ രേണുവായിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയത്? മാറ്റി നിർത്തപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആളാണെന്നല്ലേ പറഞ്ഞത്. ഇവിടെ രേണുവിനെ ആരും മാറ്റി നിർത്തിയിട്ടില്ല.
എന്തായാലും അത്യാവശ്യം ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും റീൽസും പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂസും ഒക്കെ കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്ന ഒരു പുള്ളിക്കാരിയാണ് ഈ രേണു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി 1-2 വിവാദങ്ങളിൽ വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രേണു എന്ന് പറയുന്നത്. അതുവഴി ഈ പുള്ളിക്കാരൻ വൈറലാവാൻ ശ്രമിച്ചു എന്നതാണ് സത്യം. രേണു ആണെങ്കിൽ കൃത്യസമയത്ത് ഇയാളുടെ വലയിൽ ചെന്ന് വീഴുകയും ചെയ്തു. ഇയാളുടെ വൈറൽ മാനിയ എന്ന അസുഖത്തെ കുറിച്ച് നോക്കണമെങ്കിൽ അയാളുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള പോസ്റ്റുകളൊന്ന് നോക്കിയാൽ മതി. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ IFSKയുടെ വേദിയിൽ ത്രിവർണ്ണ പതാകയുടെ വേഷം ധരിച്ച് പുള്ളിക്കാരൻ എത്തിയത് ആ ഒരു ഡ്രസ്സ് ധരിച്ചതിന് അയാളെ അവിടെ നിന്ന് പുറത്താക്കിയത്. പിന്നെ ഞാൻ വേറൊരു ഫോട്ടോ ഇവിടെ ഉണ്ടാകും, ഒന്ന് കണ്ടു നോക്കൂ. ഈ തൊപ്പി വേണോന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ വൈറലാവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അത് നമുക്ക് ഈ ഒരു ഫോട്ടോസിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. എന്തായാലും ഈ ആശാനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. എന്റെ അഭിപ്രായം രേണുവിന് ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ എന്തായാലും എനിക്കിത് കൂടുതലൊന്നും സംസാരിക്കാനില്ല ഇതിനെ കുറിച്ച്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ എനിക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.